മനുഷ്യന്റെ 3 അടിസ്ഥാന ആവശ്യങ്ങളാണ് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം. ഇതിൽ മൂന്നാമത് പറഞ്ഞതാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. സ്വന്തമായൊരു വീട് എന്ന് പറയുന്നത് സമ്പന്നന് മാത്രം കാണാൻ പറ്റുന്ന ഒരു സ്വപ്നമായി മാറിപ്പോകുന്നത് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ജീവിത ചെലവുകളും അതുപോലെ മെറ്റീരിയൽ കോസ്റ്റും ഒക്കെ കൂടിക്കൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലും എല്ലാ ആളുകൾക്കും, എല്ലാ സാധാരണക്കാർക്കും സ്വന്തമായൊരു വീട് വെക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ഗൃഹനിർമ്മാണ ശൈലി അല്ലെങ്കിൽ ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരേണ്ടത് ഒരു സാംസ്കാരികവും സാമൂഹികവുമായ ആവശ്യം തന്നെയാണ്. അതൊരു വെല്ലുവിളിയുമാണ്. വീടിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വീടിന്റെ ഡ്രീം ഡിസൈൻ എന്ന സെഗ്മെന്റിലൂടെ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഒരു യുവ ഡിസൈനറായ ഫൈസൽ നിർമ്മാണിന്റെ 5 ലക്ഷം രൂപയ്ക്കൊരു വീട് എന്നുള്ള ആശയം നമ്മൾ പങ്കുവച്ചിരുന്നു. ഒരു ആശയം വെറും സ്വപ്നമായി അവശേഷിക്കാതെ അത് പ്രാവർത്തികമാക്കുമ്പോഴല്ലേ അതിന്റെ വിജയം. ഫൈസലിന്റെ ആ ഒരു ഡ്രീം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് മഞ്ചേരിക്കടുത്ത് പട്ടർകുളത്തുള്ള അത്തിമണ്ണിൽ എന്ന വീട്ടിലൂടെ. ഇസ്മായിലിന്റെയും മുഫീദയുടെയും ഈ കൊച്ചു വീട് കാണാം ഇന്ന്. സ്ലോ പ്രൂഫായാണ് ഈ വീട് ചെയ്തെടുത്തിരിക്കുന്നത്. ഉള്ളിൽ ചുരുങ്ങിയ സ്ഥലം മാത്രമായതുകൊണ്ട് അതിന്റെ ഒരു സ്വാഭാവിക പ്രതിഫലനം മാത്രമല്ലേ പുറത്ത് എലിവേഷനിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എലിവേഷന് കുറച്ചൊന്ന് മാറ്റു കൂട്ടുന്നതിന് വേണ്ടി, മോടി കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സ്ലോ പ്രൂഫായി ഓട് പാകിയിരിക്കുന്നത്. GI മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള കഴുക്കോലും പട്ടികയും വെച്ച് ട്രെസ് വർക്ക് ചെയ്തിരിക്കുകയാണ്. അതിന് മുകളിലാണ് നാച്ചുറൽ ടെറാക്കോട്ട ഫിനിഷിൽ ഓട് പാകിയിരിക്കുന്നത്. വീടിന്റെ മുൻഭാഗത്ത് മാത്രമാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. പുറകോട്ട് കുറച്ചു ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. റോഡ് നിരപ്പിൽ നിന്ന് ഏകദേശം 3 അടിയോളം താഴത്തിലാണ് ഈ പ്ലോട്ട് നിൽക്കുന്നത്. പക്ഷെ നല്ല ഉറച്ച മണ്ണായതുകൊണ്ട് അധികം ആഴത്തിൽ ഫൗണ്ടേഷൻ കെട്ടേണ്ടി വന്നിട്ടില്ല. മഴക്കാലത്ത് വെള്ളത്തിന് സ്വാഭാവികമായി ഒലിച്ചു പോകാനുള്ള ഒരു ചെറിയ സ്ലോപ്പ് മാത്രമാണ് ഈ പ്ലോട്ടിൽ മണ്ണ് ഉപയോഗിച്ച് ചെയ്തെടുക്കേണ്ടി വന്നത്. നല്ല ഉറച്ച മണ്ണായതുകൊണ്ട് തന്നെ ഏകദേശം 1.5 അടി ആഴത്തിൽ മാത്രമാണ് കരിങ്കൽ ഫൗണ്ടേഷൻ കെട്ടിയിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ബെൽറ്റ് കെട്ടിയിട്ടില്ല. എന്നാൽ കട്ടിളയുടെ ഉയരത്തിൽ ലിൻഡൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഭൂമിയുടെ ഒരു സ്വഭാവം മാറുന്നതിനനുസരിച്ച് വേറൊരു പ്രദേശത്തുള്ള മണ്ണാണെങ്കിൽ ചിലപ്പോൾ ഈ ഇനത്തിലുള്ള തുക അല്ലെങ്കിൽ ചെലവ് വ്യത്യാസം വന്നേക്കാം. ഇന്റർലോക്കിംഗ് മഡ് ബ്ലോക്സ് ആണ് ഈ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ഇഷ്ടികയുമായി താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ് എന്ന് കണ്ടു തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. വലുപ്പം കൂടുതലാണ് എന്നുള്ളത് ഒരു കാരണമാണ്. രണ്ടാമതൊരു കാരണം എന്ന് പറയുന്നത് ഇത് ഇന്റർലോക്കിംഗ് ആയതുകൊണ്ട് തന്നെ ചാന്തിന്റെ ആവശ്യമില്ല. 2 നില വരെ ഇത്തരത്തിൽ ചാന്തില്ലാതെ ഇത് കെട്ടിപ്പൊക്കാൻ സാധിക്കും. പിന്നെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്തരം കല്ലുകളിലൂടെ കൂടുതൽ തണുപ്പും വീടിനുള്ളിൽ ലഭിക്കും. ഈ ബ്രിക്കുകൾ 3 ഫിനിഷിലാണ് എലിവേഷനിൽ പ്രതിഫലിക്കുന്നത്. ഒന്ന് അതിന്റെ നാച്ചുറൽ നിറമായ ഒരു ടെറാക്കോട്ട പെയിന്റിലാണ്. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഒരു ലൈറ്റ് ക്രീം നിറത്തിലുള്ള പെയിന്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ പ്ലാസ്റ്റർ ചെയ്ത ഒരു വോൾ, ആ ഒരു ഫിനിഷ്. അങ്ങനെ 3 ഫിനിഷുകളാണ് എലിവേഷനിൽ വന്നിട്ടുള്ളത്. പഴയ വീടുകൾ പൊളിക്കുന്നിടത്ത് നിന്ന് ചെറിയ വിലയ്ക്ക് കിട്ടുന്ന തടി കൊണ്ടുള്ള വാതിലുകളും ജനാലകളുമാണ് കൂടുതൽ ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത ചില സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് എലിവേഷനിൽ പ്രധാനമായി ദൃശ്യമാകുന്ന ഈ ജനാല അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. അഞ്ച് സെന്റിലാണ് 588 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് നിൽക്കുന്നത്. അതായത് പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് 1.35 സെന്റിലാണ്. അപ്പോൾ വീട് എവിടെ വെക്കുന്നു എന്നുള്ളതനുസരിച്ച്, ഉദാഹരണത്തിന് മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ റോഡിനോട് അടുത്തുള്ള സ്ഥലമാണെങ്കിൽ വീടിന് ചുറ്റും വിടേണ്ട സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. അപ്പോൾ ഒരു ഏകദേശ കണക്ക് പറഞ്ഞാൽ 3 സെന്റിന് താഴെയുള്ള ഒരു പ്ലോട്ട് ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്ലാനിൽ നമുക്ക് വീട് വെക്കാം. മേജർ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് ഇന്റർലോക്കിംഗ് മഡ് ബ്ലോക്കുകളാണ്. ഈ മഡ് ബ്ലോക്കുകളിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും മണ്ണിൻ്റെ മാത്രം കണ്ടന്റ് ആയതുകൊണ്ട് തണുപ്പിനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റർ ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നില്ല. അങ്ങനെ ഒരു പ്ലാസ്റ്ററിങ് ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും എല്ലാം അതിനകത്ത് നിന്ന് കുറച്ച് നിർത്താൻ പറ്റി. എന്നിരുന്നാലും RCC ഏരിയകളിൽ വന്നിട്ടുള്ള ഏരിയകൾ മാത്രം ഒരു പ്ലാസ്റ്ററിങ് ബോർഡറായിട്ടും അതുപോലെ തന്നെ പ്ലാസ്റ്റർ ചെയ്യേണ്ട അവസ്ഥകൾ ഈ RCC സർഫസുകൾ മാത്രമേ വന്നിട്ടുള്ളൂ.
സിറ്റ് ഇൻ കം ലിവിംഗ് സ്പേസ് ആയിട്ടാണ് ഈ ഏരിയ സജ്ജമാക്കിയിരിക്കുന്നത്. യൂഷ്വലി വീടുകൾക്ക് സിറ്റ് ഔട്ട് സ്പേസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ സ്ഥലം കുറവായതുകൊണ്ടും സ്ക്വയർ ഫീറ്റ് ഏരിയ കുറഞ്ഞ വീടായതുകൊണ്ടും അതിനെ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ലിവിംഗ് ഏരിയയുമായി ബന്ധിപ്പിച്ച് ഒരു സിറ്റ് ഇൻ സ്പേസ് ആക്കിയിരിക്കുന്നു. വീടിൻ്റെ എലിവേഷൻ ഒരു ഭംഗി നൽകുന്നതിന് വേണ്ടിയിട്ട് സ്ലോ പ്രൂഫ് ചെയ്തിരിക്കുന്ന ഭാഗമാണിത്. അപ്പോൾ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫൈബർ മെറ്റീരിയൽ ഉപയോഗിച്ചു, അതായത് വുഡൻ ഫിനിഷുള്ള ഫൈബർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ചെറിയ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ കണക്ഷനുകൾ കൊടുത്തിരിക്കുന്നത് കൺസീൽഡ് ആയിട്ടല്ല, PVC C ചാനൽ എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ചെയ്തിരിക്കുന്നത്. അപ്പം കോസ്റ്റ് കുറവാണ്, എന്നാൽ കണ്ടാൽ പഴയ രീതിയിലുള്ള ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ അത്രയും ഭംഗിയില്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ഇവിടെ വാൾ പെയിൻറ് ചെയ്തിരിക്കുകയല്ല. അപ്പോൾ ഈ കണക്ഷൻ്റെ മുകളിലൂടെ പെയിൻറ് കൂടി വന്നു കഴിയുമ്പോൾ ശരിക്കും ചുവരിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അത് നിൽക്കുന്നു. കൺസീൽഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കണക്ഷനെ അപേക്ഷിച്ച് വളരെ ചിലവ് കുറഞ്ഞ ഒരു രീതിയാണിത്. ഈ വീട്ടിലെ ഇലക്ട്രിക്കൽ കണക്ഷനുകൾക്ക് എല്ലാം കൂടി ചിലവായത് 20,000 രൂപയിൽ താഴെ മാത്രമാണ്. ഈ ലിവിംഗ് സ്പേസിലെ സോഫ അറേഞ്ച്മെൻറ്റിനോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് ടേബിളും 6 കസേരകളും ക്രമീകരിച്ചിരിക്കുന്നു. അതിന് ഒരു കോണിലായി തന്നെ വാഷ് കൗണ്ടറും നൽകിയിരിക്കുന്നു. അപ്പോൾ ഒരു വലിയ ഹാൾ സ്പേസിനെ ലിവിംഗ് കം ഡൈനിങ് ആയിട്ട് വേർതിരിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ TV കാണാം എന്നുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ഭാഗത്തായിട്ടുള്ള ഒരു ചുവരിൽ ഒരു TV അറേഞ്ച്മെൻറ്റും നൽകിയിരിക്കുന്നു. പിന്നെ ആ ഒരു സ്ലോ പ്രൂഫ് എന്ന് ഞാൻ പറഞ്ഞില്ല, ആ സ്ലോ പ്രൂഫിൻ്റെ ഭംഗി ശരിക്കും വിസിബിൾ ആകുന്ന സ്ഥലമാണിത്. നല്ല ഹൈറ്റിൽ ഓട് കാണുന്നതിൻ്റെ ആ ഒരു ഡ്രസ് വർക്കും ഓടും കൂടെ കാണുന്നതിൻ്റെ ഒരു ഭംഗി ഇവിടെ ദൃശ്യമാണ്. ഹാളിനോട് ചേർന്ന് തന്നെയാണ് ഈ ചെറിയ അടുക്കള സജ്ജീകരിച്ചിരിക്കുന്നത്. ഇരു സൈഡിലും കൗണ്ടറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ സൈഡിൽ ഗ്രാനൈറ്റ് ആണ് കൗണ്ടറിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജും കണ്ടെത്തിയിട്ടുണ്ട്. അലൂമിനിയം ഫാബ്രിക്കേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രീം ഷെയ്ഡിലുള്ള സ്റ്റോറേജ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ സൈഡിൽ കൗണ്ടറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പഴയ രീതിയിലുള്ള പുകയില അടുപ്പ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലെ കൗണ്ടറിൽ ഫ്ലോറിലെ ടൈല് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സ്പൈസസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയ തട്ടും നൽകിയിട്ടുണ്ട്. അടുക്കളയുടെ ഭാഗത്ത് കോൺക്രീറ്റ് ആണ് റൂഫിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ ഭാവിയിൽ ഒരു മുറിയും കൂടെ ഒക്കെ മുകളിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരു സ്റ്റെയർ കേസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പണിയാനുള്ളൊരു ഓപ്ഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ പുറകിലത്തെ ഭാഗത്തേക്ക് കോൺക്രീറ്റ് റൂഫിംഗ് നൽകിയത്. ഈ വശത്തായിട്ടാണ് 2 ബെഡ്റൂമുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രണ്ട് ബെഡ്റൂംസിൽ ആദ്യത്തേത് വെൽ വെന്റിലേറ്റഡ് ആണ്. ഇരുവശത്തും ജനാലകൾ നൽകിയിട്ടുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ പഴയ ജനാലകൾ റീയൂസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഒരു കോട്ടും അത്യാവശ്യത്തിനുള്ള ഒരു അലമാരിയും ടേബിളും ഒക്കെ നൽകിയിരിക്കുന്നു. എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഒരു ഷെൽഫും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 10 അടി വീതിയും 10 അടി നീളവുമുള്ള ഒരു ബെഡ്റൂമാണിത്. എന്ന് വെച്ചാൽ 100 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പേ ഹാളിലൊക്കെ കണ്ടതുപോലെ തന്നെ മഡ് ബ്ലോക്കിൻ്റെ പുറത്ത് പെയിൻറ് ചെയ്തിട്ടുള്ള ആ ഒരു ഫിനിഷ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുഖാമുഖമായിട്ടുള്ള 2 ബെഡ്റൂംസിന് ഇടയിലായിട്ടാണ് ബാത്റൂം നൽകിയിരിക്കുന്നത്. അപ്പോൾ 2 ബെഡ്റൂംസിൽ നിന്നും ആക്സസ് ഉള്ള രീതിയിൽ പുറത്തൊരു കോമൺ ടോയ്ലറ്റ് ടൈൽസ് തന്നെ കൊടുത്തിരിക്കുന്നു. ഇന്ത്യൻ ടോയ്ലറ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ പ്ലംബിംഗ് കോസ്റ്റ് എല്ലാം കൂടി 20,000 രൂപയിൽ താഴെ മാത്രമാണ് ചിലവായത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. നമ്മൾ മുൻപേ കണ്ട ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഏരിയ വൈസ് ആണെങ്കിലും 100 സ്ക്വയർ ഫീറ്റ് തന്നെയാണ്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന വെന്റിലേഷൻ ഓപ്പണിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. ഇവിടുത്തെ ആ ഒരു സീലിങ്ങിൻ്റെ ആ ഒരു സ്വാഭാവികമായി വന്നിരിക്കുന്ന ആ ഒരു ഷേപ്പിനോട് ജസ്റ്റിസ് പുലർത്തുന്ന രീതിയിൽ നോർമലി നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓപ്പണിംഗ്.
അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലോർ ടൈൽ എന്ന് പറയുന്നത്, വീട്ടിലാകമാനം ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലോർ ടൈൽ എന്ന് പറയുന്നത് 1 അടി വീതിയും 1 അടി നീളവുമുള്ള സെറാമിക് ടൈലാണ്. ക്രീം നിറത്തിലുള്ളൊരു ടൈലാണ്. കോമൺ സ്പേസിലും അതുപോലെ ബെഡ്റൂമിലും ഒക്കെ വന്നിരിക്കുന്നത്. കിച്ചണിൽ നമ്മൾ കണ്ടു, ഒരു ഡാർക്ക് ഷെയ്ഡായിരുന്നു. സ്ക്വയർ ഫീറ്റിന് 25 രൂപയിൽ താഴെ മാത്രം കോസ്റ്റ് വരുന്ന ഒരു വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള സെറാമിക് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ചിലവ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ലേബർ കോസ്റ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഉപയോഗപ്പെടുത്തി അതിൻ്റെ ഒരു ലേബർ സപ്പോർട്ടോടുകൂടി ചെയ്യുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ള വ്യക്തമായി പഠനം നടത്തിയതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ പൂർത്തീകരിച്ചത്. സാധാരണ ഈ വീടിൻ്റെ ഒരു സ്വഭാവം 5 സെൻറ്റിലാണ് ശരിക്കും ഈ ഒരു വീടിൻ്റെ പ്ലോട്ടിൻ്റെ പരിധി നിൽക്കുന്നത്. 5 സെൻറ്റിൽ ഏകദേശം ഒരു 588 സ്ക്വയർ ഫീറ്റോളാണ് ഏകദേശം ഈ വീടിൻ്റെ പ്ലിന്ത് ഏരിയ ഉള്ളത്. സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് 5 ലക്ഷം രൂപ ചെലവിൽ, അതായത് സ്ക്വയർ ഫീറ്റിന് 1000 രൂപയിലും താഴെ മാത്രം ചെലവിൽ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഗൃഹനിർമ്മാണ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിപ്ലവകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു മാതൃക കേരളത്തിലെ സാധാരണക്കാരായ കൂടുതൽ ജനങ്ങൾക്ക്